നമ്മൾ ഈ കാണുന്നത് ദബായി എന്നുള്ള ഒരു ഫ്രൂട്ടാണ്, ഇന്തോനേഷ്യൻ ഫ്രൂട്ടാണ് ദബായി. നമ്മൾ ഈ നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കാം, നല്ല ഭംഗിയായിട്ട് ഉള്ള ഒരു ഇതാണ്. ഇതിന്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഞാവൽപ്പഴം പോലെയുള്ള നല്ലൊരു ഫ്രൂട്ടാണ് ദബായി. ഇന്തോനേഷ്യക്കാരനാണ്. നമ്മളിത് കുരു നട്ടതാണ്. ഏകദേശം നമുക്കിപ്പോൾ ഒരു 8 വർഷമായി. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത് കായ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിചരണമൊന്നും വേറെ പ്രത്യേകിച്ച് വലിയ പരിചരണങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഇത് വളർന്നേക്കുന്നത്. സാധാരണ ചെടികൾ നടുന്ന പോലെ തന്നെ നമ്മൾ സെറാമിലും ചാണകപ്പൊടിയൊക്കെ ഇട്ട് തന്നെയാണ് ഇതിന് നട്ടത്. കേടോ കാര്യങ്ങളോ പ്രത്യേക പരിചരണങ്ങളൊന്നുമില്ല. സീസണാണ്. പിന്നെ ഫ്ലവറും നല്ല ഭംഗിയാണ്. വലിയൊരു ബഞ്ചായിട്ടാണ് ഫ്ലവർ ചെയ്യണേ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്രൂട്ടും ഫ്ലവറുമാണ് ഇതിൻ്റെ. ഓർണമെൻ്റലായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും മികച്ച 10 പഴങ്ങൾ എടുത്താൽ അതിൽ പെടുന്ന ഒരു പഴമാണ് നമ്മുടെ ഇന്ത്യൻ കോക്കം, സ്വീറ്റ് കോക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ജ്യൂസ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സ്കിന്നെടുത്ത്, ഈ ഫ്രൂട്ടിൻ്റെ സ്കിന്നെടുത്ത് പഴുത്ത് കഴിയുമ്പം പർപ്പിൾ കളറിലേക്ക് വരും. ഇതിൻ്റെ സ്കിന്നെടുത്ത് നമ്മൾ ജ്യൂസ് അടിക്കും. നല്ല ഉഷ്ണകാലത്തെ നല്ല ശരീരം പെട്ടെന്ന് കൂളാകാനായിട്ട് വളരെ ഉപകാരപ്പെടും. പിന്നെ ഇതിൻ്റെ ഫ്ലഷ് നമ്മൾ മാംഗോസ്റ്റിൻ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം. ഗാർസീനിയ ഫാമിലിയിലെ ഒരു മെമ്പറും കൂടിയാണ് ഈ കോക്കം. നമ്മുടെ ഇന്ത്യൻ ഫലവൃക്ഷമാണ്. പ്രത്യേകിച്ചും ഗോവയിലാണ് ഇതിൻ്റെ മെയിനായിട്ട് കൾട്ടിവേഷൻ നടക്കുന്നത്. അവിടെ ഗോവയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം കോക്കം ജ്യൂസും സ്ക്വാഷും ഒക്കെ ലഭിക്കുന്നതാണ്. നമ്മുടെ കേരള ക്ലൈമറ്റിൽ ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്, കൊല കുത്തി കായ്ക്കുന്നുണ്ട്. ഇത് സ്വീറ്റ് കോക്കം. ഈ കാണുന്നതാണ് ജൈൻ ലക്കൂച്ച, ഇന്തോനേഷ്യൻ സ്വദേശിയായ ജൈൻ ലക്കൂച്ച. ഇവിടെ ആർട്ടോകാർപ്പസ് ഫാമിലിയിലെ ഒരു മെമ്പറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പുളി കലർന്ന ടേസ്റ്റാണ്. ഇത് നല്ല ജ്യൂസി ആയിട്ടുള്ള പഴമാണ്. ഇത് നമ്മുടെ ധാരാളം വിദ്യാർത്ഥികൾ ഇത് പഠന വിഷയമാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നന്നായിട്ട് ഇത് കായ്ക്കുന്നുണ്ട്. മരം നിറയെ കായുണ്ട്. ഇതിന് സീസണൊന്നുമില്ല, നിറയെ എപ്പോഴും ഇതിൽ പഴം ഉണ്ടാവും. ലക്കൂച്ച എന്നുള്ളത് നമ്മുടെ നാട്ടിലുണ്ട്. മങ്കി ജാക്ക് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിപ്പം ഉണ്ടാവില്ല. ഇത് കുറച്ചധികം വലിപ്പമുള്ളതാണ്. ഇത് എത്ര വലിപ്പമുള്ളതല്ല, ഇതിലും വലുതൊക്കെ നമ്മുടെ മരത്തിൽ കിടപ്പുണ്ട്. ജൈൻ ലക്കൂച്ച. ഇതിൻ്റെ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്തോ സീലിങ്ങോ ഏത് വേണേലും നടാം. 2-4 വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും. ഗ്രാഫ്റ്റാണെങ്കിൽ 3 വർഷം. ധാരാളം പ്രോട്ടീനൊക്കെ ഉള്ള ഒരു ഇതാണ്. മണ്ണുത്തിയിലെ വിദ്യാർത്ഥികൾ ഇതിൽ ധാരാളം ഗവേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഭാവിയിൽ ഇത് നല്ല രീതിയിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കും. നമ്മൾ ഈ കാണുന്നത് മേമി സപ്പോട്ട. ഇത് നമ്മുടെ സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ആണ് ആദ്യമായിട്ട് കൃഷി ചെയ്തു വന്നിരുന്നത്. ഇപ്പം നമ്മുടെ കേരളം വഴി ഇന്ത്യയിലേക്കും ഇത് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 1 കിലോയ്ക്ക് മേളിൽ വരും. ഒരു സപ്പോട്ട എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് മേളിൽ വരും. അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പപ്പായ, തണ്ണിമത്തൻ്റെ അങ്ങനെയുള്ള പല ഫ്ലേവറുകൾ വരുന്നതുണ്ട്. ശരിക്കും ഇത് കൊമേഴ്ഷ്യലായിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. ഈ ഒരു കാണുന്ന ഇത് പഴുക്കാറായി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ തന്നെ ഒരു 700 ഗ്രാമോളം ഉണ്ടാവും. ഇത് മകന എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഈ മകന, ലോറിറ്റോ, പാൻറ്റീന്, കസ്മുൾ അങ്ങനെ കുറേ അധികം ഇനങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അതിൽ ഈ പാൻറ്റീൻ എന്നുള്ള വെറൈറ്റിയാണ് ഏറ്റവും ചെറിയ പഴമായിട്ടുണ്ട്. അത് തന്നെ ഉണ്ടാവും 800 ഗ്രാം. ഈ കസ്മുളൊക്കെ ഏകദേശം ഒരു 2 കിലോ അടുത്ത് തൂക്കം വരുന്ന വെറൈറ്റിയാണ്. നമ്മുടെ ഫാമിൻ്റെ അകത്ത് ധാരാളം ഇതിങ്ങനെ കായ്ക്കുന്നുണ്ട്. ഒരു മരത്തിൽ ഒരു സീസണിൽ എങ്ങനെയായാലും ഒരു 10-200 കായ്ക്ക് മേളിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിങ്ങനെ നമ്മുടെ തെങ്ങ് പോലെ തന്നെയാണ്, പൂക്കുകയും കായ്ക്കുകയും ഇതിങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒറ്റയടിക്കല്ല ഇതുണ്ടാണ്. ഒരു പഴം ഉണ്ടായി പൂത്ത് പഴം പറിച്ച് തീരുന്ന പരിപാടിയല്ല. ഇങ്ങനെ ഇതുണ്ടല്ലോ. ഇതിപ്പോൾ ചെറിയൊരു ഇതിപ്പോൾ ഒരു 2 മാസമായതാണ്. ഇത് 1 മാസമായതാണ്. ഇതിൻ്റെ ഫ്ലവർ ഈ കാണുന്നത് ഇത് ഒരു 6 മാസമായതാണ്. അങ്ങനെ ഇങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ട് ഏകദേശം 1 വർഷം എടുക്കും ഇത് ഇങ്ങനെ പാകമായി കിട്ടും. അതായത് ഫസ്റ്റ് ഒരു പഴം പറിച്ചു കഴിഞ്ഞാൽ പിന്നെ റെഗുലറായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ആ പ്രോസസ്സ് ഇങ്ങനെയാണ്. ഇതിപ്പോൾ 2 വർഷമായി 2 മാസമായി ഫ്ലവറായി ഇതിങ്ങനെ കണ്ടിന്യൂസ് ആണ്. അപ്പം എല്ലാവരും വിചാരിക്കും ഇത് 1 വർഷം പാകം എടുക്കും. അങ്ങനെയല്ല, ഇത് റെഗുലറായിട്ട് തെങ്ങ് പോലെ തന്നെ റെഗുലറായിട്ട് നമുക്ക് ഫലം തരുന്ന ഒരു ഫലവർഷമാണ്. കൊമേഴ്ഷ്യലായിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. മേമി സപ്പോട്ട സാധാരണ പ്രത്യേകിച്ച് പരിചരണം ഒന്നുമില്ലാതെ തന്നെ ഇത് വളരുകയും ചെയ്യും.
ഇത് നമ്മൾ കുരു നട്ട് കഴിഞ്ഞാൽ 5 മുതൽ 6 വർഷമാകുമ്പോൾ കായ്ക്കാൻ തുടങ്ങും. ഇത് ലെയർ ചെയ്ത് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ കായ്കളാകും. ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്താലും ഈ പറഞ്ഞ പോലെ 1 മുതൽ 2 വർഷത്തിനുള്ളിൽ നമുക്ക് കായ്കൾ പറിക്കാൻ കഴിയും. പക്ഷേ കുരു നടുന്നതുകൊണ്ടുള്ള പ്രയോജനം വെച്ചാൽ ഇത്രയും വലിപ്പമുള്ള ഒരു മരം കിട്ടും. മറ്റേ ഇത്രയും വലിപ്പമൊന്നും കിട്ടില്ല. ഒരു മാക്സിമം എന്നാൽ ഒരു 10 അടി ഹൈറ്റിലേക്ക് വളർന്ന് ധാരാളം പഴങ്ങൾ തരും. പക്ഷേ ഏറ്റവും കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ കുരുമുളച്ചത് തന്നെയാണ് ഏറ്റവും ഉത്തമം. 5 വർഷം സമയം എടുക്കുമെങ്കിലും നമുക്ക് ധാരാളം പഴങ്ങൾ ഒരു വർഷത്തേക്ക് ലഭിക്കും. കസ്മൂൾ എന്ന് പറഞ്ഞ വെറൈറ്റി ഇതാണ്. ഏറ്റവും വലിപ്പം ഉള്ള, നമുക്കിവിടെ ഉണ്ടായാലും ഏറ്റവും വലിപ്പമുള്ള പഴം ഇതിൽ നിന്നാണ് ഇടുന്നത്. നമുക്കൊരു 1.5 കിലോ 1.300 അങ്ങനെയൊക്കെയാണ് ശരാശരി ഇതിൻ്റെ വലിപ്പം കാണുന്നത്. അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു മേമി സപ്പോർട്ടാണ്. മേമി സപ്പോർട്ട എല്ലാത്തിനും ഒന്നും ടേസ്റ്റ് ഇല്ല, പക്ഷേ ഈ ഒരു വെറൈറ്റിയൊക്കെ നല്ല ടേസ്റ്റുള്ളതാണ്. നല്ല കടും ചുമല ഫ്ലഷുള്ള മേമി സപ്പോർട്ടായി പെടുന്നതാണ്. ബട്ടൺ മാംഗോസ്റ്റിൻ, ഗാർസീനിയ പരിനിയാണ്, അല്ലെങ്കിൽ ചെറിച്ചല്ലോ ഇങ്ങനെ അറിയപ്പെടുന്ന മാംഗോസ്റ്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് മാംഗോസ്റ്റിൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു റയർ വെറൈറ്റിയാണ്. നമ്മുടെ നാട്ടുകാരനൊക്കെയാണ്, അതായത് നമ്മുടെ നാടിൻ്റെ ഏഷ്യക്കാരനാണ്. അപ്പോൾ ഇത് ശരിക്കും പറയാൻ എനിക്കിത് കിട്ടിയത് ഓസ്ട്രേലിയയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. ഇതിന് ആണും പെണ്ണും ഉണ്ട്. പക്ഷെ നമുക്കിവിടെ കിട്ടിയ, നമ്മൾ പ്ലാന്റ് ചെയ്തേക്കുന്ന 6 പ്ലാന്റ് നമുക്ക് കായ്ക്കുന്നുണ്ട് 2 വർഷമായിട്ട്. ഗാർസീനിയ ഫാമിലിയിൽ തന്നെയുള്ള പരിനിയാന, അതുപോലെ തന്നെ ബട്ടൺ മാംഗോസ്റ്റിൻ. ശരിക്കും ബട്ടൺസിൻ്റെ മുഴുപ്പല്ല, മുഴുപ്പുണ്ട്. എൻ്റെ ഷേപ്പ് അങ്ങനെ വന്നുകൊണ്ടാണ് ബട്ടൺ മാംഗോസ്റ്റിൻ എന്നുള്ള പേര് വന്നത്. ഈ കാണുന്നത് സലാക്കാണ്, സ്നേക്ക് ഫ്രൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന പാം ഫ്രൂട്ടാണ്. ഇന്തോനേഷ്യൻ സ്വദേശിയായ ഇദ്ദേഹം ചക്കയുടെയും പൈനാപ്പിളിൻ്റെ മിക്സഡ് ടേസ്റ്റാണ്. ഇതുണ്ട, കുറേ വെറൈറ്റി ഉണ്ട്. ഇത് കുറച്ച് പഴുത്തധികമായിട്ടുണ്ട്. നമുക്ക് നേരിട്ട് കഴിക്കാം. സ്നേക്ക് ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അതിൻ്റെ സ്കിന്നിന്, പാമ്പിൻ്റെ സ്കിന്നുമായിട്ടൊരു സാമീപ്യം ഉള്ളതുകൊണ്ടാണ് സ്നേക്ക് ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും മലേഷ്യയിലും ധാരാളമായിട്ട് ഏത് സമയത്ത് ചെന്നാലും ഈ പഴം കിട്ടുന്നു. ഇതാണ് ഇതിൻ്റെ സ്മെല്ല്. നല്ല നല്ല പൈനാപ്പിളിൻ്റെ ഒരു വല്ലാത്ത സ്മെല്ലാണ് അതിന് വരുന്നത്. സ്നേക്ക് ഫ്രൂട്ട്. ഇതിന് പോളിനേഷൻ ആവശ്യമുള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. നമുക്കിവിടെ ഉള്ളത് ഒരു പോളിനേഷൻ ചെയ്യാത്ത ഗുലാപ്പാസ് എന്നുള്ള വെറൈറ്റിയാണ്. കൈകൊണ്ടാണ് ശരിക്കും ഇത് ഒടിച്ചെടുക്കേണ്ടതാണ്. അല്ലേ, കൈകൊണ്ട് പഴുത്തധികമായിപ്പോയി, എങ്കിലും ടേസ്റ്റ് ഉണ്ട്, സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. ഇതിന് വേറൊരു പ്രത്യേകത വെച്ചാൽ, ഇപ്പം ഈ മരം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ആദിവാസി കോളനിയിലൊക്കെ സംരക്ഷിക്കാനാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു ജൈവ വേലിയായിട്ട് ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അത് വനപ്രദേശത്തുള്ളവർ ആന മറ്റു മൃഗങ്ങളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിത് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ മുള്ള് മേത്ത് കൊള്ളുന്നതുകൊണ്ട് ആനയും മറ്റു മൃഗങ്ങളൊന്നും നമ്മുടെ കൃഷിത്തോട്ടത്തിൽ അതിക്രമിച്ച് കയറുന്നുണ്ട്. അത് കാരണം കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഒരു പ്രൊജക്റ്റ് ഇതിനായിട്ട് ഇട്ടിട്ടുണ്ട്. സലാക്ക് വളരെ വ്യാപകമായിട്ട് വനാതിർത്തികൾ, ട്രൈബൽസ് താമസിക്കുന്ന വനാതിർത്തികൾ നന്നായിട്ട് ഇത് വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വയനാട് ഏരിയയിലൊക്കെയാണ് ധാരാളമായിട്ട് ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. മഞ്ചേരി, വയനാട് അങ്ങനെയുള്ള ഏരിയയിൽ ധാരാളമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ട്രൈബൽസിൻ്റെ ഏരിയ പഴവും കിട്ടും, അതുപോലെ തന്നെ വന്യമൃഗങ്ങളിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മളൊരു ഫാമിൽ ഇത് കൊടുത്തിട്ട് അവിടെ ഉണ്ടായൊരു അനുഭവം എന്ന് വെച്ചാൽ, അവിടെ ഒരു ആന ചെറുതായിരിക്കുമ്പോൾ ആന വന്ന് പറിച്ചു തിന്നും. പക്ഷെ വലുതായി കഴിഞ്ഞാൽ, ഈ പരുവൊക്കെ ആയി കഴിഞ്ഞാൽ ആനയ്ക്ക് പറിക്കാൻ പറ്റില്ല. ആന വന്ന് ഇതിനെ വട്ടം പിടിച്ചിട്ട് ആ ഏരിയ തന്നെ വിട്ടുപോയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാലിക്കട്ട് ഒരു ഗവൺമെൻറ് പ്രോജക്റ്റിൽ തന്നെ ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ അതിനുശേഷമാണ് അവർ വ്യാപകമായിട്ട് ഇത് വെക്കാൻ തുടങ്ങി. ഈ കാണുന്ന ലിപ്പോട്ട് എന്നുള്ള ഒരു പഴശ്ശേരിയാണ്. മെയിനായിട്ട് ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡിലൊക്കെ കാണുന്നതാണ്. ഇതിൻ്റെ ഫ്രൂട്ട് വൈൻ ഉണ്ടാക്കാനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു പഴങ്ങളാണ് ലിപ്പോട്ട്. നമ്മുടെ നാട്ടിൽ ഇത് ധാരാളമായിട്ട് കായ്ക്കുന്നുണ്ട്, വലിയ മരമാകുന്നുണ്ട്. ലെയർ ചെയ്ത തൈയാണെങ്കിൽ 2-ാം വർഷം തൊട്ട് കായ്ക്കാൻ തുടങ്ങും. ലിപ്പോട്ട്